Divisional Accountant Officer Important Questions Part 5 Method of Calculating Depreciation Amount. First question 64. What do you mean by amortization? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിപ്രീസിയേഷൻ്റെ വേറെ രണ്ട് സെയിം ടേമുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡിപ്ലീഷനും അമോർട്ടൈസേഷനും. അപ്പം നമ്മൾ അതിൽ ഡിപ്ലീഷൻ എന്താണെന്ന് വരെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് അമോർട്ടൈസേഷൻ എന്താണെന്നാണ്. അമോർട്ടൈസേഷൻ റെഫേഴ്സ് ടു ദ റൈറ്റ് ഓഫ് ദ കോസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ലൈക്ക് പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ഫ്രാഞ്ചൈസീസ്, ഗുഡ്വിൽ വിച്ച് ഹാവ് യൂട്ടിലിറ്റി ഫോർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ എന്താണ് അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്? ഇൻടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂവിലുണ്ടാകുന്ന കുറവിനെയാണ് എന്തെന്ന് പറയുന്നത്? അമോർട്ടൈസേഷൻ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ വരാം. ഗുഡ്വില്ലിൻ്റെ വാല്യൂ കുറയുന്നതിനെ എന്താണ് വിളിക്കുന്നത്? ഗുഡ്വില്ലിൻ്റെ വാല്യൂ കുറയുന്നതിന് നമ്മൾ ഡിപ്രീസിയേഷൻ എന്നല്ല വിളിക്കുന്നത്, അമോർട്ടൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. റൈറ്റ് ഓഫ് ദി കോസ്റ്റ് ഓഫ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ്. അപ്പം ഇൻടാഞ്ചിബിൾ അസറ്റ്സിന് മാത്രമാണ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നത്, അമോർട്ടൈസേഷൻ എന്നാണ് വാല്യൂ കുറയുന്നതിന് നമ്മൾ പറയുന്നത്. അടുത്തത് 66. ദ പ്രൊസീജിയേഴ്സ് ഫോർ അമോർട്ടൈസേഷൻ ഓർ പീരിയോഡിക്കൽ റൈറ്റ് ഓഫ് എ പ്രൊപ്പോർഷൻ ഓഫ് ദി കോസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് ഇൻ ദ സെയിം ആസ് ദാറ്റ് ഫോർ ദ ഡിപ്രീസിയേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്. അപ്പം ഇൻടാഞ്ചിബിൾ അസറ്റിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂവിലുണ്ടാകുന്ന കുറവിനെ വിളിക്കുന്ന പേരാണ് അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ഇത് പീരിയോഡിക്കലായിട്ട് റിട്ടേൺ ഓഫ് ചെയ്യും ഇൻടാഞ്ചിബിൾ അസറ്റിൽ നിന്നും. ഡിപ്രീസിയേഷൻ എന്തിനു കൊടുക്കുന്നതാണ്? ഫിക്സഡ് അസറ്റിന് കൊടുക്കുന്നതാണ്. അടുത്ത 66. എക്സാമ്പിൾസ് ഫോർ അമോർട്ടൈസേഷൻ. ഇഫ് എ ബിസിനസ് ഫേം ബൈ എ പേറ്റൻറ്റ് ഓഫ് ₹10 lakh and estimated that its useful life will be 10 years, then the business firm must write off 10 lakh over 10 years. The amount so written off is technically refers to as amortization. അമോർട്ടൈസേഷൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത്, ഒരു ബിസിനസ് ഫേം ബൈ ചെയ്തു? പേറ്റൻറ്റ് ബൈ ചെയ്തു. പേറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റൈറ്റാണ്, നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലത്തെ റൈറ്റാണ്. ഒരു ഇൻവെൻഷൻ നടത്തി ആ ഇൻവെൻഷൻ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പേറ്റൻറ്റ് കൊടുക്കണം. ഇൻവെൻറ്ററുടെ ഓണർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? പേറ്റൻറ്റ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുത്ത റുപ്പീസ് എത്രയാണ്? 10 lakh ആണ്. അതിന് നമ്മൾ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് എത്ര കൊടുത്തു? 10 വർഷം കൊടുത്തു. അപ്പോൾ ഈ 10 വർഷവും നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം? അമോർട്ടൈസേഷൻ റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ അതാണ് എക്സാമ്പിൾ. നെക്സ്റ്റ്, മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ എമൗണ്ട്. 67. There are different methods of providing depreciation. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. എവറി മെത്തേഡ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. 66. The depreciation amount to be charged during an accounting year depends upon depreciable amount and the method of allocation. അപ്പോൾ ഒരു ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ആ ഡിപ്രീസിയബിൾ എമൗണ്ടിനെയും മെത്തേഡ് ഓഫ് അലോക്കേഷനെയാണ്. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെയൊക്കെ അലോക്കേറ്റ് ചെയ്യാം നോക്കാം. അടുത്ത 69ാമത്തെ ക്വസ്റ്റ്യൻ. There are different methods for determining the amount of depreciation. The selection of different method depends upon. എങ്ങനെയാണ് നമ്മളൊരു ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ മെത്തേഡുകൾ എന്തൊക്കെയുണ്ട്? ടൈപ്പ് ഓഫ് അസറ്റിൻ്റെ ടൈപ്പ് നമുക്ക് ഫിക്സഡ് അസറ്റ് ആണോ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണോ നോക്കണം. നേച്ചർ ആൻഡ് യൂസ് ഓഫ് സച്ച് അസറ്റിൻ്റെ നേച്ചറും യൂസ് ഓഫ് അസറ്റ് നോക്കണം. സർക്കംസ്റ്റാൻസസ് പ്രിവെയിലിംഗ് ഇൻ ദ ബിസിനസ്സിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സർക്കംസ്റ്റാൻസസ് എന്താണെന്ന് കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് 70. വാട്ട് ആർ ദ വേരിയസ് മെത്തേഡ് ഫോർ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ. നമുക്ക് 10ഓളം മെത്തേഡുകളുണ്ട് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. രണ്ടാമത്തെ, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. 3, ആനുവിറ്റി മെത്തേഡ്. 4, ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡ്. 5, ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. 6, റീവാലുവേഷൻ മെത്തേഡ്. 7, ഡിപ്ലീഷൻ മെത്തേഡ്. 8, മെഷീനറി അവർ റേറ്റ് മെത്തേഡ്. 9, മൈലേജ് മെത്തേഡ്. 10, സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ് മെത്തേഡ്. അപ്പം നമുക്കിതിൽ ഒന്നാമത്തെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം. 71. വാട്ട് ഈസ് അതർ നെയിം ഓഫ് സ്ട്രെയിറ്റ് ലൈൻ
മെത്തേഡ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൻ്റെ വേറൊരു പേരെന്താണെന്നാണ് ഫിക്സഡ് ഓർ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്, ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. അപ്പം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് വെച്ചാൽ ഡിപ്രീസിയേഷൻ ചാർജ്ഡ് അറ്റ് എ റേറ്റ് ഓൺ ഒറിജിനൽ കോസ്റ്റ്. ഒറിജിനൽ കോസ്റ്റിന് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ചാർജ്ഡ് എവരി ഇയർ റിമെയിൻ സെയിം. എല്ലാ ഇയറിലും എന്തായിരിക്കും ഡിപ്രീസിയേഷൻ? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ സെയിം എമൗണ്ട് തന്നെ ആയിരിക്കും. അപ്പം ഡിപ്രീസിയേഷൻ്റെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൻ്റെ ഡിഫറെൻറ്റ് പേരുകൾ എന്തൊക്കെയാണ്? ഫിക്സഡ് മെത്തേഡ്, ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്, ഫിക്സഡ് പെർസെൻറ്റേജ് ഓൺ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. അപ്പം നമ്മൾ പഠിച്ചു സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ എങ്ങനെയായിരിക്കും ആ ഒരു എമൗണ്ട് കണ്ടുപിടിക്കുന്ന എമൗണ്ട് റിമൈനിങ് ഇയേഴ്സിലെല്ലാം സെയിം തന്നെ ആയിരിക്കും. ഏതിൽ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒറിജിനൽ കോസ്റ്റിൽ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് 72, ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ലൈഫ് ഓഫ് ദി അസറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ഇൻ. അപ്പം ആ എമൗണ്ട് കോൺസ്റ്റൻറ്റ് റിമൈനിങ് സെയിം ആയിരിക്കും. എവിടെ? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഡിപ്രീസിയേഷൻ എമൗണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ റിമൈനിങ് സെയിം ആയിരിക്കും. 73, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ഓഫ് ഡാഷ് ഓവർ ഇറ്റ്സ് എൻറ്റയർ യൂസ്ഫുൾ ലൈഫ്, ഈക്വൽ യൂസേജ് ഓഫ് ദി അസറ്റ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ നമ്മളെങ്ങനെയാണ് ഒരു അസറ്റ് ഈക്വൽ യൂസേജ് ആയിട്ടാണ്. ഇപ്പോൾ 10 വർഷമാണ് അതിൻ്റെ എക്സ്പെക്റ്റഡ് ലൈഫ് എങ്കിൽ ആ 10 വർഷവും നമ്മൾ മാറ്റുന്ന എമൗണ്ട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ യൂസും ഈക്വൽ ആയിരിക്കും എന്ന് കൺസിഡർ ചെയ്താണ് നമ്മൾ മാറ്റുന്നത്. 74, ഫിക്സഡ് അസറ്റ് ആൻഡ് ആൻ ഈക്വൽ എമൗണ്ട് ഈസ് ചാർജ്ഡ് ആസ് ഡിപ്രീസിയേഷൻ ഇൻ എവരി അക്കൗണ്ടിങ് പീരീഡ് ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ആൻ അസറ്റ്. ദ എമൗണ്ട് ആനുവലി ചാർജ്ഡ് ആസ് ഡിപ്രീസിയേഷൻ ഇൻ സച്ച് the amount usually charged as depreciation in such that it reduces the original cost of the asset to its scrap value at the end of its useful life. അപ്പം ഇവിടെ എന്താ പറയുന്നത്? ഫിക്സഡ് അസറ്റ് ആൻഡ് ഈക്വൽ എമൗണ്ട് ഈസ് ചാർജ്ഡ് ആസ് ഡിപ്രീസിയേഷൻ ഓർ എവരി അക്കൗണ്ട്. അപ്പോൾ ഒരു ഫിക്സഡ് അസറ്റിന് ഈക്വൽ എമൗണ്ട് ആണ് ഡിപ്രീസിയേഷൻ ഇനത്തിലേക്ക് എവരി ഇയറിൽ ചാർജ് ചെയ്യുന്നത്. അപ്പം ദ എമൗണ്ട് യൂഷ്വലി ചാർജസ് ഡിപ്രീസിയേഷൻ ഈ സച്ച് ദാറ്റ് ഇറ്റ് റെഡ്യൂസസ് എന്താണ്? ഒറിജിനൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുവാണ്. റെഡ്യൂസ് ടു ദ അസറ്റ് ഓഫ് ദി സ്ക്രാപ്പ് വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് ദി യൂസ്ഫുൾ എൻഡ് ഓഫ് ദ യൂസ്ഫുൾ ലൈഫ്. അപ്പം ഇവിടെ എങ്ങനെയാണ് ഒറിജിനൽ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഒറിജിനൽ കോസ്റ്റ് എന്ത് ചെയ്യും? reduce the original cost of asset to its scrap value. അപ്പം നെക്സ്റ്റ് ഒരു ചാർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ എങ്ങനെയാണ് നമ്മൾ ഓരോ ഇയറിൽ 2001, 2002, 2003 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതെന്നാണ്. ഓരോ വർഷവും 20,000 ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ആ ഒരു റിമൈനിങ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് നമുക്ക് പോകുന്നത് ഓരോ വർഷവും. അടുത്തത് 75, വൈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഈസ് കാൾഡ് ഫിക്സഡ് പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ് മെത്തേഡ്. എന്തുകൊണ്ടാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിനെ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്നും കൂടെ വിളിക്കുന്നത്? ബിക്കോസ് ദ സെയിം പെർസെൻറ്റേജ് ഓഫ് ദി ഒറിജിനൽ കോസ്റ്റ് ഈസ് റിട്ടേൺ ഓൺ ഡിപ്രീസിയേഷൻ ഫ്രം ഇയർ ടു ഇയർ. അപ്പോൾ ഈ ഒരു സെയിം എമൗണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിട്ടേൺ ഓഫ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ഫിക്സഡ് പെർസെൻറ്റേജ് ഓൺ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്ന് തന്നെ വിളിക്കുന്നത്. 76, ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ടു ബി ചാർജ്ഡ് ആനുവലി ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഫോർമുല. അപ്പം ഡിപ്രീസിയേഷൻ കാണാനുള്ള ഫോർമുലയാണ് ആനുവലി കാണാനുള്ളത്. ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് എസ്റ്റിമേറ്റഡ് നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റ്. ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കാണാം? ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ് ഓഫ് ദി അസറ്റ്. അപ്പം നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ നമുക്ക് ഡിപ്രീസിയേഷൻ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ കാണാതെ പഠിക്കണം.
ആദ്യത്തെ ഇക്വേഷൻ എന്താണ്? ഡിപ്രീസിയേഷൻ ഈസ് ഇക്വൽ ടു കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് എസ്റ്റിമേറ്റഡ് നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റ്. ഇവിടെ അടുത്ത ഇക്വേഷൻ എന്താണ്? ഡിപ്രീസിയേഷൻ ഈസ് ഇക്വൽ ടു ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ് ഓഫ് ആൻ അസറ്റ്. നെക്സ്റ്റ് 77, the rate of depreciation under straight line method is the percentage of the total cost of the asset to be charged by depreciation during the useful time of the asset. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് റേറ്റിൽ കാണുന്നുണ്ട്. റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എങ്ങനെ നമുക്ക് കാണും? റേറ്റല്ല, നമ്മൾ ഇൻറ്റു 100 ചെയ്താൽ മതി. റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് ഇക്വൽ ടു ആനുവൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് ഡിവൈഡഡ് ബൈ അക്വിസിഷൻ ഓഫ് കോസ്റ്റ് ഇൻറ്റു 100. അപ്പോൾ ഇവിടെ നമുക്ക് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് നമ്മൾ കണ്ടത്? ആനുവൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് ഡിവൈഡഡ് ബൈ അക്വിസിഷൻ ഓഫ് കോസ്റ്റ് ഇൻറ്റു 100 ആണ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. 78, ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് ഈസ് 2,50,000. ദ യൂസ്ഫുൾ ലൈഫ് ഓഫ് ആൻ അസറ്റ് ഈസ് 10 years ആൻഡ് ദ നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ ഈസ് എസ്റ്റിമേറ്റഡ് ₹50,000. Compute the amount of depreciation to be charged every year and the rate of depreciation. അപ്പോൾ നമുക്ക് ആദ്യം എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷനും കാണണം, പിന്നെ എന്തും കൂടെ കാണണം? റേറ്റ് ഓഫ് ഡിപ്രീസിയേഷനും കാണണം. നമുക്ക് ആനുവൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഡിപ്രീസിയേഷൻ ഈസ് ഇക്വൽ ടു കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് എസ്റ്റിമേറ്റഡ് നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റ്. അതാണ് നമുക്ക് ആദ്യം വേണ്ട ഇക്വേഷൻ. കാരണം ഡിപ്രീസിയേഷൻ കണ്ടതിന് ശേഷമാണ് അവർ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കാണാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഡിപ്രീസിയേഷൻ കാണാം. കോസ്റ്റ് ഓഫ് അസറ്റ് എത്ര തന്നിട്ടുണ്ട്? 2,50,000 തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾക്ക് എന്താണ് മൈനസ് ചെയ്യേണ്ടത്? എസ്റ്റിമേറ്റഡ് നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ എത്ര തന്നിട്ടുണ്ട്? 50,000 ഡിവൈഡഡ് ബൈ എന്താണ്? ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ആൻ അസറ്റ്. എത്രയാണ്? 10 years ആണ്. ഇപ്പോൾ 2,50,000 മൈനസ് 50,000 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ എത്ര നമുക്ക് ആൻസർ വന്നു? 20,000 എന്ന ആൻസർ വന്നു. അത് നമുക്ക് എന്താണ്? ഡിപ്രീസിയേഷനാണ്. ഇപ്പം ഈ 10 വർഷവും കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എത്ര എമൗണ്ടാണ് റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്? 20,000 തന്നെയാണ് റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്. അടുത്ത് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കാണാം. റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കാണാൻ എന്തൊക്കെ വേണ്ടേ? ആനുവൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് ഡിവൈഡഡ് ബൈ അക്വിസിഷൻ ഓഫ് കോസ്റ്റ് ഇൻറ്റു 100 ആണ് ഇക്വേഷൻ. ആനുവൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് എത്രയുണ്ട്? നമ്മൾ കണ്ടുപിടിച്ചത് എത്രയാണ്? 20,000 ഡിവൈഡഡ് ബൈ അക്വിസിഷൻ ഓഫ് കോസ്റ്റ് എത്രയാണ്? നമ്മൾ എത്ര രൂപയ്ക്കാണ് കോസ്റ്റ് വാങ്ങിച്ചത്? 2,50,000 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടി? 8% എന്ന് കിട്ടി. അപ്പോൾ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ 8ഉം ഡിപ്രീസിയേഷൻ എമൗണ്ട് എത്രയാണ്? 20,000 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ. ഇക്വേഷൻ കാണാതെ പഠിക്കുക. ഡിപ്രീസിയേഷൻ കാണേണ്ട ഇക്വേഷൻ എന്താണ്? ഡിപ്രീസിയേഷൻ ഈസ് ഇക്വൽ ടു കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് എസ്റ്റിമേറ്റഡ് നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ആൻ അസറ്റ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാണാൻ നമുക്ക് കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എത്ര ശതമാനം വെച്ചാണ് ഓരോ വർഷവും റൈറ്റ് ഓഫ് ചെയ്യേണ്ടതെന്ന് കാണേണ്ടത് എങ്ങനെയാണ്? rate of depreciation is equal to annual depreciation amount divided by acquisition of cost into 100. അപ്പം ഈ ക്വസ്റ്റ്യനിൽ അക്വിസിഷൻ ഓഫ് കോസ്റ്റ് എത്രയാണ്? 2 ലക്ഷം. നമ്മൾ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്? 2 ലക്ഷത്തിന്. 2,50,000. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എല്ലാ വർഷവും റിട്ടേൺ ഓഫ് ചെയ്യേണ്ടത് 8%. എല്ലാ വർഷവും മീൻസ് 10 വർഷവും. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ 10 വർഷവും ഡിപ്രീസിയേഷൻ റിട്ടേൺ ഓഫ് ചെയ്യേണ്ടത് 8% വെച്ചിട്ടാണ്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇക്വേഷൻ കാണാതെ പഠിക്കുക. ഡിപ്രീസിയേഷൻ്റെ പ്രോബ്ലം കാണാൻ ചോദിക്കുക. ഏതെങ്കിലും ഒരു മെത്തേഡിൽ കൂടുതലും റിട്ടേൺ ഓഫ് മെത്തേഡും സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡുമാണ് ചോദിക്കുന്നത്. താങ്ക് യു.